പ്രിന്റ് മാഷ് നമസ്കാരം. നമസ്കാരം. മാഷ് ഇപ്പൊ പൂരം പൊടിപൊടിക്കാണല്ലോ. ഇപ്പൊ ഹൈന്ദവ ചിഹ്നങ്ങളെല്ലാം ഈ പൂരത്തിന് വെക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാട് മന്ത്രി വാസവന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നല്ലോ. അത് ഇത്തവണ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ്? അല്ല, വാസവന്റെ പ്രസ്താവന ഏത് ഹിന്ദു ഹൈന്ദവ വിശ്വാസിയോ അല്ലെങ്കിൽ ഹൈന്ദവ ആഘോഷവുമായി ബന്ധപ്പെട്ട ആരാണ് മുഖവിലക്കെടുക്കുക? അന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവന, ആ പ്രസ്താവനയ്ക്കെതിരെയുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കാം, ഇവിടെ തൊട്ടപ്പുറത്ത് കാണുന്നത് കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ, ആനപ്പൂരം നടക്കുകയാണ്. ആ മോളെ നടക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഭഗവതിയുടെ തിടമ്പാണ്, അതിന് വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഹൈന്ദവ ആചാര വിശ്വാസങ്ങളെ ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ട് ഇറക്കിയത് കൊണ്ടോ ഒരു സർക്കാരിന്റെ ഫത്വ ഇറക്കിയത് കൊണ്ടോ തകർക്കാമെന്നൊക്കെ കരുതാമെന്നുള്ളത് മന്ത്രിയുടെ സ്വപ്നം മാത്രമാണ്. ഇത് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങളുണ്ട്. അവിടെ ആചാരങ്ങളും അനുഷ്ഠാനിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യ ഭരണകൂടം ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ ഈ അങ്ങനെയുള്ള തിട്ടൂരങ്ങളൊക്കെ ഈ ജനത, തൃശ്ശൂരിലെ ജനത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ പൂരപ്പറമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൃത്യമായ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സനാതന ധർമ്മങ്ങളുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കൃത്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പൂരം നടക്കുന്നത്. അതുകൊണ്ട് ഈ വാസവന്റെ വാക്ക് അറബിക്കടലിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സുരേഷ് ഗോപി വിജയിച്ചു വന്നതിന് ശേഷം ആദ്യത്തെ ഒരു പൂരമാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു പ്രാധാന്യം ഈ ഒരു പൂരത്തിനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ വട്ടത്തെ പോലെ ഇവിടെ ഒരു പൂരത്തിന്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു കലാപരിപാടിയുടെ ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് വേണ്ട ഈ ഒരു പ്രസ്താവനയെ നമുക്ക് കാണാനായിട്ട്. തീർച്ചയായും. അപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഹൈന്ദവ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന് വലിയൊരു പ്രശ്നം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത്തരം അപക്വമായിട്ടുള്ള പ്രസ്താവന ഇറക്കിക്കൊണ്ട് ആ പൂരത്തിന്റെ മോടിയെ തകർക്കുക, അതിന്റെ ആ ഒരു ഭംഗിയെ തകർക്കുക, അതിനുള്ള കാര്യമാണ്. പക്ഷെ ജനങ്ങൾ വളരെ അവജ്ഞയോടു കൂടിയിട്ടാണ് ആ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഇവിടെ നടക്കുകയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അദ്ദേഹം MP ആയിരുന്നില്ല. അദ്ദേഹം MP ആയതിനു ശേഷമുള്ള പൂരമാണ്. അതുകൊണ്ട് തന്നെ നോക്കും, അദ്ദേഹം മുഴുവൻ സമയം ഇവിടെ ഉണ്ട്. ഓരോ നിമിഷവും അദ്ദേഹം ഇവിടെയുണ്ട്. പൂരം കൃത്യമായി ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ച് ഈ തൃശ്ശൂർ പൂരം എന്നുള്ളത് എല്ലാ തവണയും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു, പല ഘട്ടങ്ങളിലായിട്ട്. ഇപ്പൊ കഴിഞ്ഞ വട്ടം ഏറ്റവും വലിയ രീതിയിൽ ജനങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിനൊരു വെടിക്കെട്ട് പോലും മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ പോലീസിനെ തന്നെ മുൻനിർത്തിയിട്ടായിരുന്നു അങ്ങനൊരു കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഹൈന്ദവ വിശ്വാസ കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് ആരാധനകളെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങളിലെ ചിട്ടവട്ടങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഏത് ഹൈന്ദവൻ്റെ ആയിക്കോട്ടെ, മുസ്ലിമിൻ്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ആരാധന ക്രമങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് സർക്കാർ ഇതര മതസ്ഥയിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ പ്രസ്താവനകളും ഇറക്കാറില്ല. പക്ഷേ ഇവിടെ ഗുരുവായൂരായിക്കോട്ടെ, ശബരിമല ആയിക്കോട്ടെ, ഇപ്പോൾ ഈ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിലായിക്കോട്ടെ, കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ്, വിശ്വാസി സമൂഹമാണ് ഈ ആരാധനക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് ആറ്റുകാലായിക്കോട്ടെ, ഇപ്പോൾ ലക്ഷക്കണക്കിന്, ഇപ്പോൾ നോക്കൂ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലൊക്കെ ലക്ഷക്കണക്കിന് സ്ത്രീ സമൂഹമാണ് ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിന് അതിൽ വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ട്. ഹൈന്ദവ സമൂഹം വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുപോകുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ ഹിന്ദു കൂട്ടായ്മകൾ ഉള്ളിടത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് സർക്കാർ അവരുടെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കാനുള്ള ശ്രമമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും ഈ പൂരത്തിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ശക്തന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ശക്തൻ തമ്പുരാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് കേരളത്തിലുള്ള ചില ആളുകൾ അവരുടെ കമന്റുകളൊക്കെ എഴുതുന്ന കാണുന്ന സമയത്ത് ഒരു വലിയ എന്തോ അപരാധമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെയാണ് പറയുന്നത്. അതിനെങ്ങനെ കാണാൻ സാധിക്കും? അല്ല, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസം, ആ മാർക്സിസത്തിന്റെ പ്രയോക്താവും വക്താവുമായിട്ടുള്ള മാക്സും എംഗൽസിന്റെയും മുത്തശ്ശന്മാർ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ആരംഭിച്ചതാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ ഒരു പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെട്ടുകൊണ്ട് പൂരത്തെ തകർക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചാൽ അതൊന്നും വിലപ്പോവില്ല. കാരണം പൂരത്തിന്റെ പാരമ്പര്യം നമുക്കറിയാം. 1796 മുതൽ 200 വർഷത്തോളമായി പൂരത്തിന്റെ പാരമ്പര്യമുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ അതിന്റെ ഒരു ഗരിമ കുറയാതെ, അതിന്റെ അനുഷ്ഠാന ക്രമങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് പൂരം നടക്കുന്നത്. നിങ്ങൾ നോക്കി, ഇവിടെ മുഴങ്ങി കേൾക്കുന്ന താളം നോക്കൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂരത്തിന് വന്നു കഴിഞ്ഞാൽ അവന് ഒരു വർഷത്തിന് ആവശ്യമായിട്ടുള്ള ഒരു എനർജി ബൂസ്റ്റിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് താളം, മേള, ദൃശ്യ, ശ്രവ്യ ഉത്സവമാണ് ഈ പറയുന്ന പൂരം. അപ്പൊ അതുകൊണ്ട് തന്നെ സനാതന ധർമ്മം എന്താണെന്നും ഹൈന്ദവ പാരമ്പര്യം എന്താണെന്നും ഹിന്ദു എന്താണെന്നും ഹിന്ദുവിന്റെ വിശ്വാസം എന്താണെന്നും പൊതുസമൂഹത്തിന് കാണുന്നത് വലിയൊരു അവസരമാണ്. കാരണം ഇത്രയും ലിബറൽ ആയിട്ടുള്ള ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് സന്തോഷത്തോടെ ഈ പൂര ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഇവിടുത്തെ മേളങ്ങൾ കണ്ട്, ഇവിടുത്തെ വരവുകൾ കണ്ട്, ഇവിടെ വെടിക്കെട്ട് കണ്ട്, വർണ്ണാഭമായിട്ടുള്ള കുടമാറ്റം കണ്ട് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് കിട്ടുന്ന അനുഭൂതി തന്നെയാണ് ഹൈന്ദവ ധർമ്മത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും വിശ്വാസ പ്രമാണങ്ങളായി നിലനിൽക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്തുള്ള അസ്വസ്ഥതകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഹൈന്ദവ കൂട്ടായ്മകൾ, ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനകത്ത് വലിയ ശാക്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രത്യയശാസ്ത്രം പരാജയപ്പെടുകയാണ്. ആ പരാജയപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായിട്ട് കമ്മ്യൂണിസത്തിലേക്കോ മാർക്സിസത്തിലോ നിരീശ്വരവാദത്തിലേക്കോ വിശ്വസിക്കാൻ ആളുകളിൽ നിന്ന് കിട്ടുന്നില്ല. ആളുകൾക്ക് വിശ്വാസികളാണ്. ഇപ്പൊ ശബരിമലയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം, ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാലയിടുന്ന ആളുകളുടെ എണ്ണം, ഓരോ ദിവസം ഗുരുവായൂരിലേക്ക് വരുന്ന ആളുകളുടെയൊക്കെ വലിയ ബാഹുല്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സനാതന ധർമ്മത്തെ, ഹൈന്ദവ വിശ്വാസത്തെ, ഹൈന്ദവ പാരമ്പര്യത്തെ ഒരു ഇസത്തിനും തകർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സനാതന ധർമ്മം എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഈ ഇന്നലെ മീഡിയ വണ്ണിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആങ്കർമാരെല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ പ്രശ്നം ഉണ്ടാവില്ല, കാരണം തൃശ്ശൂർ പൂരത്തിൽ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു, അതിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇനി അതിനൊരു ആവശ്യമില്ല, ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് സംഘപരിവാറായിരുന്നു ഈ ഒരു കഴിഞ്ഞ വർഷത്തെ പൂരം കലങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് അവരിങ്ങനെ വരുത്തി തീർക്കാൻ നിരന്തരം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്? മീഡിയ വണ്ണിൽ കൃത്യമായിട്ട് അജണ്ട ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അത് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിഭജനത്തിന്റെയും വർഗീയതയുടെയും വിഷവിത്തുപാകാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ചാലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. മീഡിയ വണ്ണിന് എന്തിനാണ് ഹൈന്ദവൻ ഉത്സവമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൽ ഇടപെടേണ്ട കാര്യം? അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരുതിരിവ് ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിൽ മീഡിയ വണ്ണിന്റെ പ്രസ്താവനകൾക്ക് നമ്മൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞാൽ മതി. അവസാനമായിട്ട് ഈ പൂരം എന്ന് പറയുന്ന ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി, തൃശ്ശൂരിന്റെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സംവിധാനം, ഇത് വരും കാലഘട്ടങ്ങളിൽ ഇതിന്റെ കൂടുതൽ യുവജനങ്ങൾ ഈ ഒരു പ്രവർത്തന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പൂരത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് വലിയ രീതിയിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പൂരപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന യുവതയുടെ വലിയൊരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? കുഞ്ഞു മക്കൾ മുതൽ ചെറുപ്പക്കാർ മുതൽ ആഭാലവൃദ്ധ ജനങ്ങൾ. ഒരുപക്ഷെ കേരളത്തിന്റെ സാംസ്കാരികം നോക്കുന്ന സമയത്ത് പ്രായഭേദമന്യേ ഒരു ഉത്സവത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഉത്സവത്തിൽ പങ്കെടുക്കാൻ, ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവിടെ വരുന്ന ആളുകളുണ്ട്. ആ ആളുകൾ തന്നെയാണ് ഈ പൂരത്തിന്റെ ശക്തി. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, സനാതന ധർമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നശിപ്പിക്കാൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല. സനാതന ധർമ്മത്തിൽ ശക്തിയുടെ പൂജയുണ്ട്, ആഘോഷങ്ങളുടെ പൂജയുണ്ട്, ശാക്തേയമായ കാര്യങ്ങളുണ്ട്. അപ്പൊ നിരവധി അനവധി കാര്യങ്ങൾ ചേർന്നാണ് ഹൈന്ദവ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, ആഘോഷത്തിന്റെ ഉത്സവങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, ചെറുപ്പക്കാർ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വരും കാലങ്ങളിലും ഇതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയുള്ള ആളപങ്കാളിത്തമുള്ള പൂരങ്ങളാണ് വരാൻ പോകുന്നത്. ഈ ഹൈന്ദവ ബിംബങ്ങൾ പൂർണ്ണമായിട്ടും ഇത്തവണയും ഈ മന്ത്രിയുടെ വാക്കുകളെ പൂർണ്ണമായിട്ടും അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തവണയുണ്ടത്. അതെ, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈന്ദവ വിശ്വാസങ്ങളിനകത്ത് ഭഗവതിയുടെ കോലമെഴുന്നള്ളിപ്പ്, അവിടെ ഉയർന്നു കേൾക്കുന്ന വേദമന്ത്രങ്ങള്, അവിടെ ഉണ്ടാകുന്ന ആചാരക്രമങ്ങള്, താന്ത്രിക വിധികള്, ഇതൊക്കെ തന്നെ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഹിന്ദുത്വം. അല്ലാതെ നമ്മുടെ സെമറ്റിക് മതമായിട്ട് കാണാൻ സാധിക്കില്ല. എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും ചേർന്നിട്ടുള്ളതാണ്, ഈ ബിംബങ്ങൾ ചേർന്നതാണ് ഹിന്ദുത്വം. ആ ബിംബങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് ഉത്സവമല്ല. അപ്പൊ അതിനകത്ത് ഉത്സവങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറബിക്കടലിൽ പോയിട്ട് അദ്ദേഹത്തിന് അറബിക്കടലിനോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം പ്രസ്താവന ഇറക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഹൈന്ദവ സമൂഹവും പൂരപ്രേമികളും വിശ്വാസി സമൂഹവും ഒക്കെ തന്നെ ബിംബങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പൂരം നടത്തിയിട്ടുള്ളത്. തൃശ്ശൂർ പൂരം അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി വലിയ രീതിയിൽ ആർഭാടമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവൻ നടത്തിയൊരു പ്രസ്താവനയായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങളൊന്നും പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനയായിരുന്നു. കാരണം ഓങ്കാരം പോലും ഇവിടെ ഈ ഒരു ചിഹ്നമായിട്ട് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ തൃശ്ശൂർ പൂരം എന്നുള്ളത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, ഹൈന്ദവ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ബിംബങ്ങളിൽ ഒന്ന് തന്നെയാണ് ഓങ്കാരമടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇത്തവണയും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ദേവസ്വം മന്ത്രിയുടെ വാക്കുകളെ പോലും തൃശ്ശൂർ ജനത പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.